വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിൽസ് വ്ലോഗ്സ് 9.2. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലും ശൃംഗേരി അമ്പലത്തിലും ഞങ്ങളിന്ന് തൊഴാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് പോകുന്നത്. നമ്മൾ കാറിൽ ഞാനും അമ്മയും ചേച്ചിയും അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അക്ബർ ചേട്ടനുമാണ് വണ്ടിയിൽ ഞങ്ങൾ പോകുന്നത്. അച്ചാച്ചനും അച്ഛമ്മയ്ക്കും കുറേ നേരം വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർ വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ണൂർ സ്ഥലമാണ്. ഇവിടെ ടോളിൻ്റെ ഒക്കെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ടോളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി പോണ വഴിയിലുള്ള ലൊക്കേഷനാണ്. തലശ്ശേരി ലൊക്കേഷനാണ്. കണ്ണൂർ ജില്ലയാണ്. വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര വീണ്ടും തുടർന്നു. ഉജ്ജല് ഒരു ചേഞ്ചായിട്ട് ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്. ഉജ്ജല് ഫ്രണ്ടിലാണ്. ഇത് ബെത്തിയെടുക്കുന്ന സ്ഥലമാണ്. ബെത്തിയെടുക്കുക അതിനാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ഹൈവേ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഹൈവേ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ റോഡായിട്ട് കിടക്കണം. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഹോട്ടൽ, കാസർഗോഡിലെ ഉടുപ്പി ഹോട്ടലിൽ കയറിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വെറും മീൽസ് എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി കൂടിയിട്ടുള്ളൊരു ഫുഡാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തേജുവിനും ഉജ്ജലിനും ധന്യയ്ക്കും ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്രിപ്പിന് വിരാമമായി. തേജുവിൻ്റെയും ധന്യയുടെയൊക്കെ ആക്രാന്തം തീർക്കുന്നതിനായിട്ട് ഉജ്ജലിൻ്റെയും താനെത്തിക്കഴിഞ്ഞു. തല പൊക്കാണ്ടാണ് ഉജ്ജൽ തട്ടണത്. അങ്ങനെ യാത്ര കവാടത്തിനുള്ളിലൂടെ കിടക്കുകയാണ്. മൂകാംബിക ദേവീക്ഷേത്രത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യാത്ര ഏകദേശം 11 മണിക്കൂർ 11.5 മണിക്കൂർ തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനെല്ലാം കൂടിയിട്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ലാഗ് വന്നിട്ടുണ്ട്. അതാ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആളുകളെ കാണാൻ തുടങ്ങി. ഇപ്പോൾ നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. മൊത്തം റോഡിൻ്റെ 2 സൈഡിലും ഫുള്ളായിട്ട് കാടാണ്. മഴ നല്ല മഴയായിരുന്നു. മഴ നന്നായി പെയ്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് തൊട്ട് നമ്മുടെ കേരളത്തിലും ഇവിടെയും നല്ല മഴ തന്നെയാണ്. ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഉള്ള മൂവ്മെൻറ്റാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാനുള്ള ഇതെന്ന് ഉജ്ജൽ കുളിച്ചുകൊണ്ടിരിക്കണം. ഉജ്ജലിൻ്റെ കുളിക്കണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തേക്ക് മൂവ് ചെയ്യും. അമ്പലം രാത്രി 9:30 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 9 മണി 9:15 അമ്പലം അടയ്ക്കുന്ന പറഞ്ഞാൽ പിന്നെ രാവിലെ 5:15 തുറക്കും. അതാണ് അമ്പലത്തിൻ്റെ ടൈം പറയുന്നത്. അമ്പലത്തിനുള്ളിലേക്ക് ഉജ്ജലും തേജും ധന്യെ കൂടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ അമ്പലത്തിനുള്ളിലേക്കുള്ള യാത്രയാണ്. ഇതിന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക എന്നുള്ളത്. ചെരുപ്പൊക്കെ ഞങ്ങളൊരു കൗണ്ടറിൽ വെച്ച് അതിനുശേഷം ഇപ്പോൾ മുന്നോട്ട് പോവാണ്. ഇതിന് അമ്പലത്തിൻ്റെ സൈഡ് ഭാഗങ്ങൾ, കച്ചവട സാധനങ്ങൾ, തിരക്ക് നോർമലാണ്. ഇപ്പോൾ ക്യൂവിലേക്ക് എത്തിയിട്ട് അമ്പലത്തിനുള്ളിലേക്കുള്ള പ്രവേശന കവാടമാണ്. അമ്പലത്തിനുള്ളിലേക്കുള്ള പ്രവേശന കവാടം. അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അമ്പലത്തിൻ്റെ നടയാണത്. തുറന്നിട്ടില്ല. നട അടച്ചിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ തേര്. ഇതിലാണ്
തേരാണ് ഇവിടുത്തെ. പ്രദക്ഷിണത്തിന് ശേഷം ഉള്ളിലേക്ക് തിരികെ പോകണം. ഇതാണ് എഴുത്ത് മണ്ഡപം. ഇതാണ് എഴുത്ത് മണ്ഡപം. നാളെ രാവിലെയാണ് 6:30 ഇവിടെ ഒരു ടോക്ക് എടുക്കണം. ഇപ്പോഴും ആൾക്കാർ ക്യൂവിലുണ്ട്. ക്യൂപ്പിളും ഫുള്ളാണ്. ഈ കാണുന്ന ആൾക്കാരെല്ലാം 9 മണി 9:30 മണിക്ക് കയറണം. അപ്പോൾ ഏകദേശം 8:50 ഉണ്ട് സമയം. പിറ്റേ ദിവസത്തെ ഉള്ളിലോട്ടുള്ള പ്രവേശനമാണ് എഴുത്ത് മണ്ഡപമാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ അവിടേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ക്യൂ തിരക്ക് അത്ര ഉണ്ടില്ല, കുറവാണ് തിരക്ക്. അങ്ങനെ ഇതിൽ വീണ്ടും വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു. Avidya, Muranapinya, Vidya, Avayava, Murtaye, Sarva Vidya, Sadainya, Upambaye, Namo Namaha. Manjal Putri Bharati, Manjal Putri Manjal Putri Bharati, Manjal Om Hari Shri Guru Ganapataye Namaha. Om Hari Shri Guru Ganapataye Namaha.
പത്തായേ നമഃ. അമ്പലത്തിൻ്റെ പകലുള്ള വ്യൂവാണ്. കൊടുങ്ങല്ലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. ആ ക്യൂ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോലെ ക്യൂ ആണ്. അപ്പം നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ്. ഉപദേവനായിട്ടുള്ളതാണ്. ഇതെല്ലാം അമ്പലത്തിലാണ് പേര് വിശേഷ ദിവസങ്ങൾ മാത്രമേ ഇതിൽ ഇതുണ്ടാവുള്ളൂ, മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് അമ്പലത്തിൽ തൊഴിൽ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ കാണാം. ദ്വാരപാലകന്മാരാണ് അവർ. ഇതാണ് ആദ്യമായിട്ട് തൊഴുതിട്ട് പോകുന്ന ആൾക്കാരാണ്. അതിന് വെള്ളിത്തേര് ഇവിടുത്തെ ഇതിൽ എഴുന്നള്ളിക്കും ദൈവനെ. അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നല്ല മഴയാണ്. അങ്ങനെ നമ്മുടെ മൂകാംബികയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ കവാടം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ കവാടം കടന്ന് പുറത്തേക്ക് പോവാണ്. നേരെ ശൃംഗേരിക്കാണ് അടുത്ത യാത്ര. അപ്പം ഇനി ശൃംഗേരി എന്നിട്ട് അടുത്ത വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. മൂകാംബിക്ക് പോയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ എന്നെ ഒന്നുകൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് മീ ജൽസ് വ്ലോഗ്സ് 9.2 സൈനിങ് ഔട്ട്.